സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോഴേ നമ്മള് പ്രത്യേകിച്ച് പറയാനുള്ളത് വിഷയങ്ങളായിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ ഒന്നും വിഷയങ്ങളില്ല, ഒരു വിഷയമില്ല. കാരണം വിഷയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് നമുക്ക് വിഷയങ്ങളായിട്ടൊന്നുമില്ല. അപ്പോൾ പറയണത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ്, ഡ്രൈവർമാരാണ്. ഡ്രൈവിംഗ് പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുക. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ സ്കൂളുകളിലൊക്കെ ആദ്യത്തെ പീരീഡും അവസാനത്തെ പീരീഡും ഒരു ഡ്രൈവിങ്ങിൻ്റെ അല്ലെങ്കിൽ റോഡിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട്, റോഡിൻ്റെ നിയമങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മളൊന്ന് പഠിപ്പിച്ചു കൊടുത്താൽ മാഷന്മാരും കോളേജായാലും സ്കൂളായാലും കുഴപ്പമില്ല. പക്ഷെ അതൊക്കെയാണ് ആദ്യം ഒന്ന് പഠിപ്പിച്ച് കൊടുക്കേണ്ടത്. കാരണം കുട്ടികൾക്ക് റോഡ് ക്രോസ് ചെയ്യണത് എങ്ങനെയാണ്, റോഡ് ക്രോസ് ചെയ്യേണ്ട രീതി ഏത് വിധത്തിലാണെന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ട്, എന്നിരുന്നാലും നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇന്നേ വരെ ആർക്കും നടപ്പിലാക്കാനോ അല്ലെങ്കിൽ അത് നടത്തി കൊടുപ്പിക്കാനോ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒക്കെ തല തിരിഞ്ഞിട്ടാണ് വാഹനം ഓടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ എന്താ പറയുക യാത്രയിലും കാണുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക് കാര്യമായിട്ട് ഇതിനെക്കുറിച്ചിട്ട് വലിയ ബോധം ഉണ്ടെങ്കിലും അവർ അത് അനുസരിക്കാറില്ല. അപ്പോൾ ഇവിടെ മണ്ണാർക്കാടിനെ സംബന്ധിച്ചിട്ട് ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ പോലീസുകാരൊക്കെ അവർ ട്രാഫിക്കിൻ്റെ ബോധവൽക്കരണങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് അവരിത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ അതിനായിട്ട് 2-3 ആളുകളുണ്ട്. ഇവിടെ കാര്യമായിട്ട് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും എവിടെ ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ എന്നിരുന്നാലും നമുക്കിപ്പോൾ അറിവാണ് പ്രധാനം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന ഇതൊന്നും അല്ല ലോകം, ഇപ്പോൾ ഒന്നുമല്ല. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒക്കെ പിന്നെ പറയാണ്ട്. അപ്പോൾ ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ റോഡിൻ്റെ ഘടനകളെ കുറിച്ചിട്ടും റോഡ് നിയമങ്ങളെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത് കേരളത്തിൽ അപകടങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതാരും ശ്രദ്ധിക്കുന്നില്ല. കാരണം അപകടങ്ങൾ കൂടിയാൽ എനിക്ക് വരില്ല, ഞാൻ ഭയങ്കര പെർഫെക്ഷൻ ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്, എനിക്ക് അപകടങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ എത്തുമോ ഇല്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ബൈക്ക്, കാറ് ഇവരൊക്കെയാണ് കൂടുതൽ അപകടത്തിലേക്ക് എത്തിക്കണത്. അപ്പോൾ ഞാനിത് പ്രത്യേകം എടുത്ത് പറയല്ല. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇനിയിപ്പോൾ 4 മാസം കഴിഞ്ഞാൽ ഇലക്ഷൻ വരികയാണ്. ഈ ഇലക്ഷൻ വരുന്നതിന് മുന്നേ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ പോലീസ് നിയമങ്ങൾ, ഞാൻ ഒരു പോലീസുകാരനെയും കുറ്റം പറയല്ല, നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. പക്ഷെ അവർക്കും കൂടി ചീത്തപ്പേരാണ് ശരിക്കും. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണാവോ അറിയില്ല. എന്നിരുന്നാലും ഈ ഷിംജിതയുടെ കേസ്, അതായത് ഇപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു 10 മണിക്ക് അവളെ രഹസ്യമായിട്ട്, അതായത് അവിടുത്തെ CIയുടെ കാറിൽ എന്താ പറയുക ഇതേപോലുള്ളൊരു കാറ്, ഈ കാറല്ല കേട്ടോ, ഇതേപോലുള്ള കൂളിംഗ് ഫിലിമും ഒക്കെ ഒട്ടിച്ചിട്ടുള്ളൊരു കാറിൽ എന്താ പറയുക രഹസ്യമായിട്ട് കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ കേരളത്തിലെ നിയമം എത്രത്തോളം എന്താ പറയുക മുന്നോട്ടാണ് എന്നുള്ളത്. അപ്പോൾ പത്രമാധ്യമക്കാരും അതേപോലെ തന്നെ യൂട്യൂബേഴ്സായിട്ടുള്ള ആൾക്കാരും പിന്നെ അവിടുത്തെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വിളിച്ച് നോക്കുമ്പോൾ അവർ ഫോണ് എടുക്കുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ അതൊക്കെ നെറികെട്ട ഒരു രാഷ്ട്രീയം തന്നെയാണത്. അപ്പോൾ ഷിംജിത എന്ന് പറയുന്ന കൊലയാളി ശരിക്കും അവിടെ ഇവള് വീഡിയോ എടുക്കാൻ ദുബായിലേക്കോ അല്ലെങ്കിൽ കേരളത്തിലേക്കൊക്കെ വരുമ്പോൾ, കേരളത്തിൽ ഇവൾക്ക് മക്കനുണ്ട്, ദുബായിൽ പോയി കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവൾക്ക് മക്കനെ തലയിലില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ കുറേ ആൾക്കാർ ഞാൻ പറഞ്ഞു. പക്ഷെ അതിലൊന്നും നമ്മൾ പറയുന്നില്ല. അതൊക്കെ അവരിഷ്ടം. നമ്മളിപ്പോൾ അവർ മക്കനിട്ടോ അവർ അണ്ടർവെയർ ഇട്ടോ അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അവരെ മതം പഠിപ്പിക്കണം, അങ്ങനെ ആയിരിക്കും. പക്ഷെ ആ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ വന്നിട്ട് പറയണ്ടായി അവള് ചെയ്തത് വളരെ വലിയൊരു അപരാധം തന്നെയാണ്, അവൾക്ക് തൂക്കുകയറ് തന്നെയാണ് വേണ്ടതെന്നുള്ളത് അവർ സത്യത്തോടു കൂടി പറഞ്ഞു. അവിടെ മതമോ അല്ലെങ്കിൽ അവരെ മദ്രസയിൽ പഠിപ്പിക്കണതോ അല്ലെങ്കിൽ അവരെ മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അവർ പറഞ്ഞത്. അവർ ശരി എന്നത് ശരി തന്നെ പറയും, തെറ്റ് എന്നത് തെറ്റ് തന്നെ പറയും. അതാണ് ശരിക്കുള്ളൊരു മുസ്ലിമിൻ്റെ ധർമ്മം. എനിക്ക് മനസ്സിലായിടത്തോളം കാലം അങ്ങനെ കേട്ടോ. അപ്പോൾ ഷിംജിത എന്ന് പറയുന്ന കൊലയാളി, ഇപ്പോൾ ദീപക്
ചേട്ടൻ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഇനിയും ദീപക് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് നീതി കിട്ടിയിട്ടില്ല. ഇതേപോലെ ഒരു പെണ്ണ്, ഈ തുടക്കം കുറിച്ച പെണ്ണ് അപ്സ എന്ന് പറയുന്ന ഒരു നായിൻ്റെ മോളാണ്, ഇങ്ങനെ തന്നെ അവളെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവളാണ് ഇതിന് തുടക്കം കുറിച്ചത്. പക്ഷേ ഇത് കണ്ടിട്ടായിരിക്കില്ല ഈ ഷിംജിത എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സ്ത്രീ ഒരിക്കലും ഇങ്ങനെ ഇറങ്ങിയത്. നമ്മളിപ്പോൾ അവളെയോ അല്ലെങ്കിൽ പറയല. അപ്പോൾ ഇതില് അതായത് പറയണെന്താ വെച്ച് കഴിഞ്ഞാല്, ഷിംജിത എന്ന് പറയുന്ന കൊലയാളിക്ക് ഒന്നുകിൽ ജീവപര്യന്തം വരെ ജയിലിൽ തുടരണം, അല്ലെങ്കിൽ ദീപക്കിന് നീതി കിട്ടണം. അതാണ് കേരളത്തിന്റെ എല്ലാ ആൾക്കാരെയും, അതിപ്പോ സ്ത്രീ ആയാലും പുരുഷനായും ആയാലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. കാരണം എല്ലാവർക്കും നീതി എന്ന് പറയുന്ന ഒരേ ഒരു സംഭവം തന്നെയാണ്. അപ്പൊ നീതി കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് എല്ലാവരും പോലീസ് സ്റ്റേഷൻ, അതായത് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ മാർച്ച് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോ തെരഞ്ഞെടുപ്പ് ഇനി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞത് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സ്വഭാവം കൂടി ആയിരുന്നു. അതിപ്പോ നമ്മളിപ്പോ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് അതായത് ഷിംജിത എങ്ങനെ ആയിക്കോട്ടെ, അവളിപ്പോ ഇനിയിപ്പോ, പക്ഷെ അവൾക്ക് പിന്നിൽ ഒരുപാട് വമ്പൻ സ്രാവുകൾ കടന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ അവൾ ശരിക്കും ഒരു പൊട്ടത്തിയാണെന്നുള്ളത് നമുക്കൊക്കെ എപ്പോഴാണ് അറിഞ്ഞത്. കാരണം അവളുടെ എന്താ പറയുക, ഭംഗിയുള്ള ശരീരത്തിന് വേണ്ടിയിട്ടാണ് ഇവർ നടക്കുന്നത്. കാരണം അവളെ എന്താ പറയുക ജയിലിലാക്കാനും, ഇപ്പം ജയിൽ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ പറയുക സുഖമായിട്ട് കഴിയാനുള്ള ഒരു സംഭവം തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ ജയിൽ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ എന്താ പറയുക ശിക്ഷ ലഭിക്കുന്ന ഒരു സ്ഥലമല്ല ഇപ്പോൾ. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ പല വാർത്തകളിലും കണ്ടു, പിന്നെ ജയിലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു, അതേപോലെ കഞ്ചാവിൻ്റെ ഒരു പിന്നെ വലിയൊരു സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ നമ്മൾ കണ്ടു. അപ്പോൾ ജയിലിനെ സംബന്ധിച്ചോളം ഒരു എന്താ പറയുക സുഖവാസ കേന്ദ്രം തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇവള് 6 മാസത്തോളം എന്താ പറയുക ഭർത്താവുമായിട്ട് പിരിഞ്ഞിട്ട് ഇരിക്കുന്ന സ്ത്രീ ആയിരുന്നു. പിന്നെ ഇവള് ഒറ്റയ്ക്കാണ് ദുബായിൽ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് നമ്മൾ സംശയിക്കേണ്ടത് തന്നെ. കാരണം ഒരു പെണ്ണ് ഒറ്റയ്ക്കൊക്കെ ദുബായിൽ പോവാന്ന് പറയുമ്പോൾ അത് ആർക്കായാലും ഇപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് ഓളവിടെ കൊടുക്കാൻ പോവാവും എന്ന് തന്നെയാണ്. മലയാളി ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതെന്തോ നമുക്ക് അതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷെ വേറൊരു കാര്യം കൂടി തുറന്ന് പറയുകയാണ് ഈ സർക്കാരിനോട്, നിങ്ങൾ ശരിക്കും ഈ പിന്നെ അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പരാതി കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ജയിലിൽ ഇടേണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ട്. ഇപ്പോൾ കേരള പോലീസിൻ്റെ ഒരു അനാസ്ഥയാണത്. പക്ഷെ ആ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഏത് സ്റ്റേഷനായാലും അതായത് കുറച്ച് നല്ല ആൾക്കാരുണ്ടാവും, അവർക്കും കൂടി മാനക്കേടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ സർക്കാരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്തായാലും ഇത് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നില്ല ദീപക്കിന് ഒരിക്കലും എന്താ പറയുക നീതി കിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഈ സർക്കാരാവുകൊണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിശേഷങ്ങളും അല്ലെങ്കിൽ ഇതൊന്നും പറയാനില്ല. അത് പിന്നെ മെൻസ് അസോസിയേഷൻ തീരുമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ മൊത്തത്തിൽ ജനങ്ങൾ ഇറങ്ങും എന്നാണ് പറഞ്ഞത്. ശരിക്കും ജനങ്ങൾ ഇറങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ എന്താണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഈ ഷിംജിതയെ കുറിച്ചിട്ട് പല ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ശരിക്കും ഇതിൽ തെറ്റ് ചെയ്തവൾ അവൾ തന്നെയാണ്. അവൾ ഏകദേശം 8 മിനിറ്റുള്ള വീഡിയോ ഉണ്ട്, അതേപോലെ തന്നെ 7 പ്രാവശ്യം എടുത്തു എന്നൊക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറും എന്താ പറയുക പച്ച കള്ളാണ്. അതൊക്കെ പോലീസ് പറഞ്ഞല്ലേ. പിന്നെ മൊബൈല് ഫോറൻസിക്കിന് കൊടുത്തു, അതിലുള്ള വീഡിയോസൊക്കെ മുഴുവൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനിപ്പോൾ എത്ര സമയം വേണം? 3 ദിവസം 4 ദിവസം വരെ നമ്മൾ ഒളിവിൽ കഴിയാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാണ്? അതൊക്കെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ വേറൊന്നുണ്ട്, ഇതൊക്കെ എന്താ പറയുക ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് ഈ അവളുടെ ആൾക്കാർ, പിന്നെ അവൾക്ക് ദുബായിൽ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലാതെ ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്കറിയുന്ന കാര്യം തന്നെ. കാരണം ഒരു കേസിലും ഒരു തെളിവോ അല്ലെങ്കിൽ ഒരു പരാതിയോ ഇല്ലാതെ ഒരു ഇമെയിൽ പ്രകാരം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണോ,
മണിക്കൂറുകൾ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റൂമിൽ പോയി മുട്ടുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എങ്ങനെ പറഞ്ഞാലും. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി നീതിക്കായിട്ട് ഇനി പോരാടുക. ആണുങ്ങൾക്ക് ഒരു വിലയില്ല. ആണുങ്ങൾ വെറുതെയാണ്, ഒരു കാര്യമില്ലാതെ വെറുതെ. മെൻസ് അസോസിയേഷനൊന്നും വലിയ എന്താ പറയുക, വലിയ മെച്ചത്തിലായിരിക്കും എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും നമ്മളിത് കാണാൻ പോണ പൂരം ഇനി കണ്ടറിയണ്ടല്ലോ, അപ്പോൾ അല്ല കേട്ടറിയണ്ടല്ലോ. അപ്പോൾ നമുക്ക് കണ്ടിട്ട് തന്നെ അറിയാം. അപ്പോൾ ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ വലിയൊരു പരാജയം തന്നെയാണ് ശരിക്കും. സർക്കാരിൻ്റെ പരാജയം എന്ന് പറഞ്ഞപ്പോൾ റോഡിൽ തന്നെ നമുക്കിപ്പോൾ ഏകദേശം കണ്ടാൽ മനസ്സിലാവും ഏത് വാഹനങ്ങളുടെ ഒരു അവസ്ഥ. കാരണം ഒക്കെ ഇതിപ്പോൾ എല്ലാത്തിലും പുഴുക്കുത്തുകളുണ്ട്, എന്നാൽ എല്ലാത്തിലും നല്ല ആൾക്കാരുണ്ട്. ഇതിലിപ്പോൾ ആരെയും തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ അടുത്തത്, ഞാൻ ഇതിന് മുന്നേ എന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, അല്ലെങ്കിൽ നമ്മളോട്. കാരണം കേരളത്തിൽ ഒരു വലിയ ഒരു ലഹളക്കുള്ള ഒരു സംരംഭത്തിനായിട്ടുള്ള ആൾക്കാർ അവിടെ പണി എടുത്തോണ്ടേ ഇരിക്കേണ്ടതുള്ളത്. അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ എന്താ പറയുക, മതമാണ്, രാഷ്ട്രീയമാണ്, എനിക്ക് ഓന് നമ്മുടെ ആളാണ്, ഓന് വേറെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ അവിടെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ അങ്ങനെ ഒന്നൊന്നുമില്ല. നമ്മളൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എന്ത് പ്രതിസന്ധികൾ വന്നാലും, ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നു, കൊറോണ വന്നു, അങ്ങനെ എന്താ പറയുക, വേറെ ഒരുപാട് അസുഖങ്ങൾ വന്നു, അതിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് നിന്നിരുന്നത്. അല്ലാതെ നമുക്ക് സഹായങ്ങൾ ഇഷ്ടംപോലെ ആളുകൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴത്തെ ഈ സർക്കാർ വന്നിട്ട് മൊത്തം മുടക്കി. ഇനിയിപ്പോൾ മുടക്കാനുള്ളത് ഏതൊക്കെയോ വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താ പറയുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും ഒരു ഏകദേശം കുറച്ച് 2-3 മാസം കൂടി കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല. ഇവിടെ എന്താ വേണ്ടുള്ള ഒരു നെഗറ്റീവ്, അതായത് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ തല്ലിക്കൊന്നു. ഇപ്പോൾ ഒരു കുട്ടി, ഒരു 1.5 വയസ്സായ കുട്ടിയെ സ്വന്തം അമ്മ കടലിലെറിഞ്ഞ് കൊന്നു എന്നുള്ള വാർത്തകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം. അല്ല, അപ്പം നമ്മുടെ ഈ തീട്ട കേസിനൊക്കെ എന്ത് വാർത്തകളാണെന്നാണ് ചിന്തിക്കണത്? ഇതൊക്കെ ആര് കാണും എന്നാണ്, അല്ലെങ്കിൽ ആര് കേട്ടിട്ട് ഒരു കാര്യമില്ല എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ നന്നാവണമെങ്കിൽ, അതായത് നമ്മുടെ കേരളം ഒന്ന് പച്ച പിടിക്കണമെങ്കിൽ ഈ സർക്കാർ പോയിട്ട് പുതിയ ആൾക്കാർ വരണം. അതായത് വിദ്യാഭ്യാസവും വിവരമുള്ള ആൾക്കാർ വരണം. അല്ലാതെ ഒന്നും ഈ കേരളം നന്നാവില്ല. ഈ കേരളം നന്നാവില്ല എന്നല്ല, ഈ കേരളം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഞാൻ പറയാം, നമ്മളൊക്കെ ഇനി ശരിക്കും അനുഭവിക്കാൻ പോകണുള്ളൂ. കാരണം അത്രയും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്, അത്രയും മോശമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ എന്താ പറയുക, ഓരോ മേഖലയും. ഇപ്പോൾ ഇവിടെ മണ്ണാർക്കാടൊക്കെ നിരവധി കടകളിൽ തുറന്നിട്ടുണ്ടായിരുന്നു, അതായത് ബിസിനസ്സിൻ്റെ സ്ഥാപനമായിട്ട്. ഇപ്പോൾ 3/4 ഭാഗം മാത്രമേ ഉള്ളൂ കടകൾ. ബാക്കിയുള്ള കടകൾക്കൊക്കെ ഷട്ടർ വീണിരിക്കുകയാണ്. കാരണം ഒരു മേഖലയിൽ എത്തിപ്പെടാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുക? ആൾക്കാർക്കാണെങ്കിൽ ഒരു ഇതുമില്ല. അപ്പോൾ എന്താണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും അതിൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും വേഗത്തിൽ പോകണം. വേഗത്തിൽ പോയിട്ടോ ഇവര് ഒരു ഇതുണ്ടാക്കുന്നില്ല. എന്തോ നമ്മളൊന്നും, ഞാൻ അന്ന് പറഞ്ഞ പോലെ നമ്മളൊന്നും ഒരിക്കലും ശരിയാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞ പോലെയാണ്. ഇവിടെ നെല്ലിപ്പുഴയത്തെ കാര്യം ഞാൻ പറഞ്ഞു, അതേപോലെ കുന്തിപ്പുഴയത്തെ കാര്യം പറഞ്ഞു. ഒരാൾ പോലും നോക്കേ അല്ലെങ്കിൽ അത് കാണേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. വല്ലാത്തൊരു സങ്കടമാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കാണാൻ സമയമില്ല, അതാണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനമില്ല.